ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും നമ്മുടെ കീം എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കീം എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 5 മുതൽ 9 വരെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റഡ് സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സിലെ നമ്മുടെ സിലബസിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മാത്സിലെ കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് ടോപ്പിക്കുകൾ ഡിലീറ്റഡും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ഏതാ ഡിലീറ്റഡ് ഏതാ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ടോപ്പിക്കും വന്നിട്ടില്ല. ദെൻ ഡിലീറ്റഡ് ടോപ്പിക്സും ഇല്ല. സെറ്റ്സ്, റിലേഷൻ, ഫംഗ്ഷൻ കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. ദെൻ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് അഡീഷണൽ ടോപ്പിക് ഒന്നും വന്നിട്ടില്ല, പക്ഷേ കുറച്ച് ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റഡ് ആയ ടോപ്പിക് ഏതൊക്കെയാണ് നമ്മളൊന്ന് പറയാം. Argument of a complex number, then trigonometrical form or polar form, then exponential form, cube root of unity, then geometry of complex number. ഇത്രയും ടോപ്പിക്കാണ് കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കാം, സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് സീരീസിനകത്ത് അഡീഷണൽ ആയിട്ട് ടോപ്പിക് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഒരു മേജർ ടോപ്പിക്ക് ഡിലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. ബാക്കി അതിനകത്തുള്ളത് ജോമെട്രിക് പ്രോഗ്രഷനും അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ മാത്രമാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ദെൻ ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ടോപ്പിക് ഒന്നും വന്നിട്ടില്ല. ദെൻ ഡിലീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് റിമൈൻഡർ ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് ടോപ്പിക് ഒന്നും വന്നിട്ടില്ല. ഡിലീറ്റഡ് ആയിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും അതുപോലെ കെയ്ലി ഹാമിൽട്ടൺ തിയറുമാണ്. അപ്പോൾ അത് ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അത് പഠിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്ക മെട്രിസസും സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ്, കെയ്ലി ഹാമിൽട്ടൺ തിയറവും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും നമുക്ക് കൃത്യമായിട്ട് അറിയുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ലീനിയർ ഇൻഇക്വാളിറ്റീസ് ആണ്. അപ്പോൾ ലീനിയർ ഇൻഇക്വാളിറ്റീസിൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ടോപ്പിക് വന്നിട്ടുണ്ട്. അതേതാന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് ഡിലീറ്റഡ് ആയിട്ട് വേറെ ടോപ്പിക്കുകളൊന്നുമില്ല. ദെൻ അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രിയിലെ കുറച്ച് ടോപ്പിക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് ഓഫ് ദി ഫോളോയിങ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, അതായത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നീ ഫംഗ്ഷന്റെ ഗ്രാഫ് കൂടി പഠിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. ദെൻ ടോപ്പിക്ക് ഡിലീറ്റഡ് ആയിട്ടൊന്നുമില്ല. ദെൻ അടുത്ത നമ്മുടെ വരുന്നത് ജോമെട്രി ആണ്. അതിലെ ലൈൻസിനകത്ത് നമുക്ക് അഡീഷണൽ ടോപ്പിക് ഒന്നുമില്ല, പക്ഷെങ്കിൽ നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക് ഉണ്ട്. അതായത് ഫൂട്ട് ആൻഡ് റിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എലിമിനേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ദെൻ അടുത്തത് വരുന്നത് കോണിക് സെക്ഷൻ ആണ്. കോണിക് സെക്ഷനിൽ നമുക്ക് ഒരു ടോപ്പിക്കും ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാന്ന് വെച്ചാൽ നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ ഫോം, അതായത് ഡയമീറ്റർ ഫോം ഓഫ് സർക്കിൾ വിത്ത് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്, then parametric equation of a circle, then angle of intersection of two circles. ഇത്രയും ടോപ്പിക്ക് ഡിലീറ്റഡ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്ടറിലേക്ക് വരാം. വെക്ടറിലെ ടോപ്പിക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ടോപ്പിക്ക് ഡിലീറ്റ് ആയിട്ടുണ്ട്. ലെഗ്രാൻഡീസ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ടോപ്പിക്കിൽ ഡിലീറ്റ് ആകുകയോ ആഡ് ആകുകയോ ചെയ്തിട്ടില്ല. ദെൻ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അഡീഷണൽ ടോപ്പിക് ഒന്നുമില്ല, പക്ഷേ നമുക്ക് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. റാൻഡം വേരിയബിൾ, ദെൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നീ ടോപ്പിക്ക് ഡിലീറ്റ് ആയിട്ടുണ്ട്. ദെൻ കാൽക്കുലസ് നോക്കുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ആ രീതിയിൽ കാൽക്കുലസിനകത്ത് ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഡിലീറ്റും ചെയ്തിട്ടില്ല, ആഡും ചെയ്തിട്ടില്ല. ദെൻ മേജർ ആയിട്ടൊരു ടോപ്പിക്കാണ് നമുക്ക് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചാപ്റ്റർ ഇത്രയും നാളായിട്ട് നമുക്ക് സിലബസിനകത്ത് ഇല്ലാത്തതാണ്, പക്ഷെ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റഡ് സിലബസ് വെരിഫൈ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇനിയുള്ള അപ്ഡേറ്റഡ് സിലബസ് വെച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്താനായിട്ട്. അപ്പോൾ നമ്മുടെ കീം എക്സാം എല്ലാ മക്കളും അടിപൊളിയായിട്ട് തയ്യാറെടുത്ത് നല്ല രീതിയിൽ തന്നെ എഴുതി നല്ല റാങ്ക് വാങ്ങണം. അപ്പോൾ നമ്മുടെ 15 ഡേയ്സ് നമ്മുടെ സ്റ്റഡി ചലഞ്ചും അതുപോലെ തന്നെ GIBs ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കീം എക്സാമിന് നല്ലൊരു റാങ്ക് വാങ്ങണം. ഓൾ ദി ബെസ്റ്റ്.